കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. അക്രമ സംഭവങ്ങളും പോലീസ് വീഴ്ചയും അന്വേഷിക്കാൻ SITക്ക് രൂപം നൽകി. അന്വേഷണ റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കണം. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, അക്രമം എങ്ങനെ സംഭവിച്ചു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണോ ഈ സംഘത്തെ ഇനി നിയോഗിച്ചിരിക്കുന്ന? അതിന്റെ ടീം ലീഡ് ആര് നയിക്കും അന്വേഷണം? പ്രജീഷ്, അതായത് 2024 നവംബർ 16 ചേവായൂർ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോളിംഗ് ആരംഭിച്ചത് മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷന് പുറത്തും റോഡിലും വൻ സംഘർഷമായിരുന്നു. CPM കോൺഗ്രസ് പ്രവർത്തകർ ആ ദിവസം ഉടനീളം തന്നെ ഏറ്റുമുട്ടുകയാണ് ഉണ്ടായത്. പിന്നീട് ഫലം വന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഭരണമുണ്ടായിരുന്ന പതിറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന ബാങ്കാണ്. CPM പിന്തുണയോടെയുള്ള ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മയാണ് ആ ബാങ്ക് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തത്. കോൺഗ്രസ് ആരോപിക്കുന്നത് CPM പ്രവർത്തകർ CPM നേതൃത്വം തന്നെ ഇടപെട്ട് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഈ വോട്ടിങ്ങിന് വേണ്ടിയായി ഉണ്ടാക്കി കോൺഗ്രസ് അനുഭാവികളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നത് പോലും തടഞ്ഞു, പോലീസ് ഇതിനെല്ലാം ഒത്താശ ചെയ്തു എന്നിങ്ങനെയാണ് കോൺഗ്രസിൻ്റെതായ ആരോപണമെന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഈ ദിവസം മുഴുവൻ സംഘർഷമുണ്ടായിട്ടും നഗരത്തിൽ തന്നെ ഉണ്ടായ ഒരു സ്ഥലത്തേക്ക് വന്നില്ല. അന്നത്തെ മെഡിക്കൽ കോളേജ് ACP CPMന് പൂർണ്ണ പിന്തുണ നൽകി അവിടെ തന്നെ തുടർന്നു എന്നടക്കമുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പിന്നീട് ഏതായാലും സംസ്ഥാനത്ത് ഭരണം മാറി. അതിന് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം ആഭ്യന്തരമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നുള്ള പരാതി നൽകിയാണ് ഉണ്ടായത്. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, MK രാഘവൻ MP അടക്കമുള്ള ആളുകളാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ, ഉന്നത ഉദ്യോഗസ്ഥനെ തന്നെ നേതൃത്വത്തിൽ നിർത്തിയുള്ള SITയെ രൂപീകരിക്കാൻ ആഭ്യന്തരമന്ത്രി ഇന്ന് DGPക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും, വോട്ടിംഗ് ക്രമക്കേടെന്ന ആരോപണം, ഒപ്പം പോലീസ് അവിടെ വീഴ്ച വരുത്തിയോ, അതായത് ചേവായൂർ സഹകരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്, പോലീസ് കൃത്യമായ സുരക്ഷ നൽകണമെന്ന് ഹൈക്കോടതി ആ സമയത്ത് ഉത്തരവടക്കം നൽകിയിരുന്നതാണ്. പിന്നീട് എങ്ങനെ വലിയ സംഘർഷം അവിടെ ഉണ്ടായി, പോലീസ് വീഴ്ച വരുത്തിയോ, ഉണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി അതെല്ലാം സഹിതമുള്ള വിശദ റിപ്പോർട്ട് 3 ആഴ്ചക്കകം SIT നൽകണമെന്നാണ് ആഭ്യന്തരമന്ത്രി ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതിനു പിന്നാലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള മറ്റൊരു അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം എന്താണ് ഏതായാലും CPMന്റെ പ്രതികരണം. പ്രജീഷ്, ശരി. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്.